ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോനകത്ത് കോപ്പിറൈറ്റ് ആക്ട് 1957 വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ, പിന്നെ എന്തൊക്കെയാണ് കോപ്പിറൈറ്റ് ഓണേഴ്സിനുള്ള റൈറ്റ്സ്. ഇപ്പോൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് റെഫർ ചെയ്താൽ മതി. സോ ദാറ്റ് നിങ്ങൾക്ക് ഈസിലി അത് മനസ്സിലാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ ഇമ്പ്രൂവ് മൈ സെൽഫ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോട്ട് വേണമെന്നുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ബേസിക്കലി ഡിവൈഡഡ് ഇൻ ടു. അതായത് നമുക്ക് പ്രോപ്പർട്ടി തന്നെ രണ്ടെണ്ണമായിട്ടുണ്ട്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കറിയാമല്ലോ, ഒരു ഐഡിയ ആണ്, മൈൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരുന്ന ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഇറ്റ് ക്യാൻ ബി എൻ ഐഡിയ, ഡിസൈൻ, ഇൻവെൻഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ലിറ്റററി വർക്ക്സ്, ആർട്ടിസ്റ്റിക് വർക്ക്സ് എക്സെട്ര. അപ്പോൾ അതിനകത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറീസ് ഓഫ് കോപ്പിറൈറ്റ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഈ പേറ്റൻറ്റ്, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എക്സെട്ര. സോ വെൻ ഇറ്റ് കംസ് ടു കോപ്പിറൈറ്റ്, ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്? സെക്ഷൻ 14 ഇറ്റ് ഗ്രാൻസ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ടു ദ ക്രിയേറ്റേഴ്സ് ടു കൺട്രോൾ ദ കോപ്പിയിങ് ആൻഡ് സം അതർ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോപ്പിറൈറ്റ് മെറ്റീരിയൽ. സെക്ഷൻ 14 പറയുന്നത്, അതായത് എന്താണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ. സെക്ഷൻ 14 എന്താണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റൈറ്റാണ്. അത് ആർക്ക് കിട്ടുന്നതാണ്? കോപ്പിറൈറ്റ് ഓണർക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ക്രിയേറ്റർക്ക് കിട്ടുന്നതാണ്. അയാളുടെ ആ ഒരു പ്രൊഡക്റ്റ്, അതായത് ആ കോപ്പിറൈറ്റിൻ്റെ ആ ഒരു മെറ്റീരിയൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രാൻസ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ക്രിയേറ്റേഴ്സ് ടു കൺട്രോൾ ദ കോപ്പിങ് ആൻഡ് സം അതർ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോപ്പിറൈറ്റ് മെറ്റീരിയൽസ്. ഇതിനകത്ത് 2 ഡോക്ട്രൈൻസ് വരുന്നുണ്ട്. ഒന്ന് സ്വെറ്റ് ഓഫ് ബോ ഡോക്ട്രൈൻ ആൻഡ് മോഡിക്കം ഓഫ് ക്രിയേറ്റിവിറ്റി. അതിനകത്ത് സ്വെറ്റ് ഓഫ് ബോ ഡോക്ട്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇല്ല, അതിനകത്ത് ഹാർഡ് വർക്ക് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം അത്. ഒരു മെറ്റീരിയൽ, ഒരു വർക്ക് ആയിരിക്കും. ഫോർ എൻ എക്സാമ്പിൾ നമ്മളുടെ ഫോൺ ഡയറക്ടറി, അതിനകത്ത് ക്രിയേറ്റിവിറ്റി അല്ല, പക്ഷെ ബേസിക്കലി ഹാർഡ് വർക്ക് വേണം, അത്തരം വർക്കുകൾ. പിന്നെ മോഡിക്കം ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഡോക്ട്രൈനാണ്. വെദർ ഇപ്പോൾ മ്യൂസിക്കൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട്സ് ദി എക്സ്പ്രഷൻ ഓഫ് ഐഡിയ, നോട്ട് ദി ഐഡിയ ഇറ്റ് സെൽഫ്. ഐഡിയ മൊത്തത്തിലല്ല, അതിനകത്ത് ആ ഒരു ഐഡിയേൻ്റെ എക്സ്പ്രഷനാണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ബി ടാഞ്ചിബിൾ, അതായത് ഇപ്പം റിട്ടേൺ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ DVD CD എന്തെങ്കിലും ആയിക്കോട്ടെ, ടാഞ്ചിബിൾ ആയിരിക്കണം. പിന്നെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ വർക്ക്സിനാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കോപ്പിറൈറ്റിൻ്റെ സിമ്പിളുണ്ട്, അത് C എന്നാണ് അതിൻ്റെ സിമ്പിൾ. C ഒരു സർക്കിൾ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ചിഹ്നമാണ്. പക്ഷെ അത് സൗണ്ട് റെക്കോർഡിങ്ങിനും കമ്പ്യൂട്ടർ ജനറേറ്റഡ് വർക്ക്സിനും വരുമ്പോൾ അതൊരു P സർക്കിൾ ചെയ്ത പോലെയാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ടൈപ്പോഗ്രാഫിക് വർക്ക്സ്, ലിറ്റററി വർക്ക്സ്, ഡ്രാമാറ്റിക് വർക്ക്സ്, ആർട്ടിസ്റ്റിക് വർക്ക്സ്, മ്യൂസിക്കൽ വർക്ക്സ്, ഫിലിംസ്, ബ്രോഡ്കാസ്റ്റ്, സൗണ്ട് റെക്കോർഡിംഗ്, പിന്നെ കമ്പ്യൂട്ടർ ജനറേഷൻ വർക്ക്സിനൊക്കെയാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 14, കോപ്പിറൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് മീൻസ് ദി എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ഡു ഓർ ഓതറൈസ് ദി ഡൂയിങ് ഓഫ് എനി ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് എ വർക്ക്. ഒരു വർക്കുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റാണ്, അതിനൊരു ഓതറൈസേഷൻ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഈ എന്ത് വർക്ക്സിൻ്റെ മേലെയൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലിറ്ററൽ വർക്ക്സ്, ആർട്ടിസ്റ്റിക് വർക്ക്സ്, മ്യൂസിക്കൽ, അതേപോലെ തന്നെ ഡ്രാമാറ്റിക്, സൗണ്ട് റെക്കോർഡിങ്, സിനിമാറ്റോഗ്രഫി, അങ്ങനെയുള്ള വർക്ക്സുകളുടെ മേലെ. പിന്നെ ഈ ഒരു ലെജിസ്ലേഷൻ്റെ കാര്യം പറയുമ്പോൾ കോപ്പിറൈറ്റ് ആക്ട് 1957 ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് വന്നത്.
2012 അതിനകത്ത് പറയുന്നത് ബേസിക്കലി ഇൻ്റർനെറ്റ് കോണ്ടൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കൂടെ ഈ ഒരു ഡെഫിനിഷൻ്റെ ആംബിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ സെക്ഷൻ 14 നമ്മൾ പറഞ്ഞു കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഈ കോപ്പിറൈറ്റിൻ്റെ അതോറിറ്റീസ് ആയിട്ട് ഇവർ പറയുന്നത് കോപ്പിറൈറ്റ് ഓഫീസ് വിച്ച് ഇസ് helping for registration purpose. Then there is a copyright board is actually dealing with disputes regarding copyright, and there are copyright society which deals with the administration, infringement, etc. Okay, next comes the topic that is neighboring rights or connected rights. Neighboring rights എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ rights of a creative work not connected with works actual authorized used in opposition to the term author's rights. അതായത് ഓതറിൻ്റെ റൈറ്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ബാക്കി നെയ്ബറിങ് ആയിട്ടുള്ള റൈറ്റുകളാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർഫോമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, അതിനോട് ആ ഒരു ഓതറിനെ കണക്ട് ചെയ്ത് വരുന്ന മറ്റ് നെയ്ബേഴ്സിൻ്റെ റൈറ്റുകളെയാണ് നമ്മൾ നെയ്ബറിങ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ബേസിക്കലി ഓണർക്ക് കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം എന്താണ് ഓണർഷിപ്പ് എന്നറിയണം അല്ലേ. സെക്ഷൻ 17 ഓണർഷിപ്പിൻ്റെ കാര്യം പറയുന്നത്. അതിനകത്ത് ജനറലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതർ ഓഫ് ദ പ്രോപ്പർട്ടി ഷാൽ ഹാവ് ഓണർഷിപ്പ് ഓൺ പ്രോപ്പർട്ടിയുടെ ഓതർ ആരാണോ അയാൾക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. സെക്ഷൻ 17 പറയുന്നത് പക്ഷേ ഇഫ് ദി വർക്ക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ദി എംപ്ലോയ്മെൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ ദെൻ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എംപ്ലോയർക്കാണ് കോപ്പിറൈറ്റ് ഉള്ളത്, എംപ്ലോയിക്കല്ല. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ സ്കോപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അത് സെക്ഷൻ 17 പറയുന്നത്. പിന്നെ മോറൽ റൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓതർക്ക് തന്നെയാണ് ഉണ്ടാവുക. ഇതിനകത്തൊരു കേസും കൂടെ വരുന്നുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് VT തോമസ് ആൻഡ് ഓതേഴ്സ് വേഴ്സസ് മലയാളം മനോരമ കമ്പനി ലിമിറ്റഡ്. ഈ കേസിനകത്ത് ബോബൻ ആൻഡ് മോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ആ സമയത്ത് എപ്പോഴും സ്ഥിരമായിട്ട് പേപ്പറിൽ വന്നുകൊണ്ടിരുന്ന കാർട്ടൂണാണ് അത്. ഒരു വ്യക്തി അത് എംപ്ലോയ്മെൻറ്റിന് മുന്നേ തന്നെ അയാളത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ കോപ്പിറൈറ്റ് ആ ഒരു മനോരമയ്ക്ക് കിട്ടുമോ, ന്യൂസ് പേപ്പർ അതോറിറ്റിക്ക് കിട്ടുമോ, ഓർ ദിസ് പേഴ്സണ് കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇതിനകത്ത് ആ ഒരു കാര്യം പറയുന്നത് കോപ്പിറൈറ്റ് കിട്ടുന്നത് VT തോമസിനാണ്. ബിക്കോസ് എന്താണ്, അയാൾ അവിടെ എംപ്ലോയർക്കല്ല, കാരണം അയാൾ എംപ്ലോയ്മെൻറ്റിന് മുന്നേ തന്നെ, എംപ്ലോയ്മെൻറ്റിൻ്റെ ബിഗിനിങ് തന്നെ, ബിഫോർ ദി എംപ്ലോയ്മെൻറ്റ് ഹി സ്റ്റാർട്ടഡ് ഹിസ് വർക്ക്, ഹി എൻഡഡ് ഹിസ് വർക്ക്. സോ അവിടെ അയാൾക്കാണ് അവിടെ കോപ്പിറൈറ്റിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം ജസ്റ്റ് പറയുന്നുണ്ട്. സെക്ഷൻ 45 രജിസ്ട്രേഷൻ പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓതറോ അല്ലെങ്കിൽ ഓതറിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഏജൻറ്റോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പീഡ് പോസ്റ്റ് വഴിയാണ് ആ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അതിനകത്തൊരു എക്സാമിനേഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് ഫൈനലി രജിസ്ട്രേഷൻ. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം, ദെൻ കംസ് എക്സാമിനേഷൻ ആൻഡ് ഫൈനലി രജിസ്ട്രേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റൈറ്റ്സ് ആണ്. സോ ബേസിക്കലി കോപ്പിറൈറ്റ് ഓണർക്ക് 2 തരത്തിലുള്ള റൈറ്റ്സ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇക്കണോമിക് റൈറ്റ്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോറൽ റൈറ്റ്സ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇക്കണോമിക് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സെക്ഷൻ 17 ഓണർഷിപ്പിനെ പറ്റി പറയുന്നത്. എക്കണോമിക് റൈറ്റ്സ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ മോറൽ റൈറ്റ്സ് എന്ന് പറയുന്നതും ഓണർക്ക് കിട്ടുന്ന റൈറ്റാണ്. എക്കണോമിക് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീപ്രൊഡ്യൂസ്, അതായത് ടു പ്രൊഡ്യൂസ് കോപ്പീസ് അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ റീപ്രൊഡ്യൂസ് ചെയ്യുക, സെല് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്, അതൊരു ഇക്കണോമിക് റൈറ്റാണ്, കാരണം അവിടെ ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ടു ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ദ വർക്ക്, അത് വർക്ക് ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക, വിച്ച് കംസ് അണ്ടർ ദ ടൈറ്റിൽ ഓഫ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വർക്ക്, അതും ഇക്കണോമിക് റൈറ്റാണ്. പിന്നെ പറയുന്നത് ടു ക്രിയേറ്റ് ഡെറിവേറ്റീവ് വർക്ക്സ്, അതായത് ഒറിജിനൽ വർക്ക് തന്നെ അഡാപ്റ്റ് ചെയ്യുന്നത് വേറെ ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ മാറ്റുന്ന പോലെ രീതിക്ക് അതിൽ തന്നെ ചെറിയ ഓൾട്ടറേഷൻ വരുത്തുന്നത്. പിന്നെ ടു പെർഫോം ഓർ ഡിസ്പ്ലേ ദ വർക്ക് പബ്ലിക്കലി, പബ്ലിഷ് ചെയ്യുമ്പോൾ അതൊരു ഇക്കണോമിക് റൈറ്റാണ്. പിന്നെ ടു ട്രാൻസ്ലേറ്റ്, അതായത് ലാംഗ്വേജ് മാറ്റുന്നത്, അതൊരു ഇക്കണോമിക് റൈറ്റാണ്. പിന്നെ ടു ട്രാൻസ്മിറ്റ് ത്രൂ ലൈക്ക് വീഡിയോ ഓർ റേഡിയോ. പിന്നെ ടു സൈൻ ഓർ അസൈൻ ദീസ് റൈറ്റ്സ് ടു ഓതേഴ്സ്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് ടു അസൈൻമെൻറ്റ്, അതതിനകത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക്. അപ്പോൾ അസൈൻമെൻറ്റിനുള്ളത് ഇക്കണോമിക് ആയിട്ട്, പിന്നെ സെല് ചെയ്യുമ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, പബ്ലിഷ് ചെയ്യുന്നത് റേഡിയോ ത്രൂ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ത്രൂ, പിന്നെ അഡാപ്റ്റേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാർക്കറ്റ് വഴി, പിന്നെ ഡെറിവേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക് റൈറ്റിനകത്ത് പറയുന്നത്. ഇനി പറയുന്നത് മോറൽ റൈറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോറൽ റൈറ്റ് ബേസിക്കലി 4 റൈറ്റുകളാണ് ലൈക്ക്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് തന്നെ 2 മോറൽ റൈറ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ഓഫ് പെറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതർഷിപ്പ് ക്ലെയിം ചെയ്യുക. അതായത് വേറൊരാൾക്കും ആ ഒരു ഓതർഷിപ്പ് കിട്ടരുത്. ഞാനാണ് അതിൻ്റെ ഓതർ എന്നുണ്ടെങ്കിൽ എനിക്കാണ് അതിൻ്റെ പെറ്റേണിറ്റി കിട്ടുന്നത്. പിന്നെ പറയുന്നത് റൈറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡിസ്റ്റോഷൻ ഒഴിവാക്കാൻ, മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ ആ ഒരു വർക്കിൽ അതൊന്നും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റൈറ്റ് ഓഫ് റിട്രാക്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രീവിയസ് അസേർഷൻ മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടേക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റാണ് റൈറ്റ് ഓഫ് റിട്രാക്ഷൻ. പിന്നെ റൈറ്റ് ഓഫ് ഡിസെമിനേഷൻ. സോ മോറൽ റൈറ്റ്സ് ആർ ഓഫ് 4: റൈറ്റ് ഓഫ് പെറ്റേണിറ്റി, ഇൻറ്റഗ്രിറ്റി, ഡിസെമിനേഷൻ ആൻഡ് റിട്രാക്ഷൻ. സോ നെക്സ്റ്റ് കംസ് ഒരു കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിന് മേലെ കോപ്പിറൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത് വർക്ക് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ വർക്ക് ആദ്യമേ ഔട്ട്സൈഡ് ഇന്ത്യയാണ് പബ്ലിഷ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഓതർ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ പറയുന്നത് ഇപ്പം പബ്ലിഷ് ചെയ്തത് ഔട്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന് വിചാരിക്കുക. പബ്ലിക്കേഷൻ ഡേറ്റിൻ്റെ അകത്ത് ദിവസം അയാൾ മരിച്ചുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അയാൾ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ പറയുന്നത് അൺപബ്ലിഷ്ഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ പറയുന്നത് ആർക്കിടെക്ചർ അങ്ങനത്തെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ലൊക്കേറ്റഡ് ആയിരിക്കണം. ബേസിക്കലി ഇന്ത്യൻ ഡൊമിസൈൽ ആവണം എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് പറയുന്നൊരു കണ്ടീഷൻ. പിന്നെ പറയുന്നത് ടൈം ഡ്യൂറേഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു കോപ്പിറൈറ്റ് ആക്ടിൻ്റെ പ്രത്യേകത വളരെ ക്രിസ്പായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. സോ ദാറ്റ് അതിന് വരുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. എല്ലാം ടൈറ്റിൽ വലിയൊരു ക്യാപ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പറയുന്നത് ടൈറ്റിൽ, അത് സെക്ഷൻ 22 തൊട്ട് 29 വരെയാണ് ടൈറ്റിൽ ടെന്യർ. ടൈം ടെന്യർ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ടേമിനെ പറ്റി പറയുന്നത്. അപ്പോൾ ജനറൽ റൂൾ ഇസ് ദാറ്റ് കോപ്പിറൈറ്റ് ലാസ്റ്റ് ഫോർ 60 years. 60 വർഷമാണ് ജനറൽ റൂള്. പക്ഷേ അത് തന്നെ 2 കാറ്റഗറി. ജനറൽ റൂൾ അതാണ്. പക്ഷേ 2 കാറ്റഗറി ആയിട്ട് പറയുന്നത്, ഒന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഓതർ, ഫ്രം ദ ഡെത്ത് ഓഫ് ദി ഓതർ. പിന്നെ പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി പബ്ലിക്കേഷൻ. ഫ്രം ദി ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ ഓതർ മരിച്ചിട്ടുള്ളത് ആ മരിച്ചിട്ടുള്ള ഡെത്തിൻ്റെ ഡേറ്റിൽ നിന്നും പ്ലസ് 60 years കൂടെ അതിന് മേലെ കോപ്പിറൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് അതായത് ഓതേഴ്സ് ലൈഫ് ടൈം പ്ലസ് 60 years ആണ് അവിടെ കിട്ടുന്നത്. അത് കിട്ടുന്നത് ലിറ്റററി, ഡ്രമാറ്റിക്, ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ മ്യൂസിക്കൽ വർക്ക്സിനൊക്കെയാണ് അത് കിട്ടുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എന്നാണോ പബ്ലിഷ് ചെയ്തത് അവിടെ തൊട്ട് 60 വർഷം കറക്റ്റ് കോപ്പിറൈറ്റിന്. അതാണ് സിനിമാറ്റോഗ്രാഫിക് ഫിലിംസ്, അതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്സ്, ഫോട്ടോഗ്രാഫ്, പോസ്റ്റമസ് പബ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്തിന് ശേഷമാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് പോസ്റ്റമസ് പബ്ലിക്കേഷൻ. പിന്നെ വർക്ക്സ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അതിലൊക്കെ ഇത്തരം കേസുകളിൽ അതായത് സിനിമാറ്റോഗ്രാഫിക് ഫിലിംസ്, സൗണ്ട് റെക്കോർഡിങ്സ്, ഫോട്ടോഗ്രാഫ്, പോസ്റ്റമസ് പബ്ലിക്കേഷൻ, വർക്ക്സ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇത്രയും ഇതിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ആണ്. ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ തൊട്ട് 60 years ആണ് കോപ്പിറൈറ്റ്. അതേപോലെ തന്നെ ഫ്രം ദ ഡെത്ത് ഓഫ് ദി ഓതറിനകത്ത് വരുന്നത് ലിറ്റററി, ഡ്രമാറ്റിക്, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് വർക്ക്സിലൊക്കെ മരിച്ചിട്ട് അതായത് ലൈഫ് ടൈം പ്ലസ് 60 years ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു ഇത് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനിലാണ് വരുന്നത് അനോണിമസ് പബ്ലിക്കേഷൻ. അതിനകത്ത് പറയുന്നത് ഇപ്പം ആരാണത് ഓതറെന്ന് അറിയില്ല, അൺനോൺ ഓതറാണെന്നുണ്ടെങ്കിലും. പിന്നെ വരുന്നതാണ് സ്യൂഡോണോമസ് പബ്ലിക്കേഷൻ. അതായത് ഇപ്പം JK റോളിങ് എഴുതിയിട്ടുള്ളത് എൻ്റെ പേര് പോളോ എന്നാണെങ്കിൽ ജോയ്ക്കോ പോളോ, അതായത് ആക്ച്വൽ നെയിം അതിനകത്തൊരു കൺഫ്യൂസിങ് ആണ്, സ്യൂഡോ ആയിട്ട് ഫോൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു പബ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് 10 പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ സിമ്പിളിനെ പറ്റി ജസ്റ്റ് പറയുന്നുണ്ട്. അതിനകത്ത് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ സിമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സി എൻസർക്കിൾ ഇതുപോലെയാണ് അതിൻ്റെ സിമ്പിൾ. ആർക്കൊക്കെ ക്ലെയിം ചെയ്യണോ കോപ്പിറൈറ്റ് അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഹൈലി അഡ്വൈസബിൾ ടു ഇൻകോർപ്പറേറ്റ് കോപ്പിറൈറ്റ് നോട്ടീസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സെക്ഷൻ 17 പറഞ്ഞു കോപ്പിറൈറ്റ് ഓണറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് വർക്കിൻ്റെ
അസൈൻമെൻറ്റ് ഓതർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സെക്ഷൻ 2 ക്ലോസ് ടിയിലാണ് ഓതർ എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ ഓതർ എന്ന് പറയുമ്പോൾ ലിറ്റററി ഡ്രാമാറ്റിക് വർക്ക്സിനൊക്കെ ഓതർ എന്ന് തന്നെയാണ് ഓതർ പറയുന്നത്. മ്യൂസിക്കൽ വർക്ക്സിലാകുമ്പോൾ കമ്പോസർ ആയിരിക്കും. സിനിമാറ്റോഗ്രഫി അതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്ങിന് പ്രൊഡ്യൂസറാണ് ഓതർ. ഫോട്ടോഗ്രാഫ്സിന് ഫോട്ടോഗ്രാഫേഴ്സാണ് ഓതർ. ഇനി പറയുന്നത് ലൈസൻസിങ് ആൻഡ് അസൈൻമെൻ്റ് ആണ്. അതായത് ആദ്യം പറയുന്നത് അസൈൻമെൻ്റ് ആണ്. സെക്ഷൻ 18, 19 അസൈൻമെൻറ്റ് പറയുന്നത്. അസൈൻമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവിങ് യുവർ പ്രോപ്പർട്ടി ടു അതർ ബൈ ആൻ അഗ്രിമെൻറ്റ് വിത്ത് ദ റൈറ്റ്സ് ഓഫ് ദി ഓണർ ആർ ട്രാൻസ്ഫർ ടു ഹൂം ദ പ്രോപ്പർട്ടി ഈസ് അസൈൻഡ്. ബേസിക്കലി സർട്ടൺ റൈറ്റ്സ് എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് അസൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കോപ്പി റൈറ്റ് ഒരു കോൺട്രാക്ച്വൽ ബേസിസിൽ ആ ഒരു കോപ്പി റൈറ്റിൻ്റെ ആ ഒരു റൈറ്റ് ഉണ്ടല്ലോ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിനെ അസൈനർ എന്നും, ട്രാൻസ്ഫർ കിട്ടുന്ന, അതായത് ടു ഹൂം ദ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ടു ഹൂം ദ വർക്ക് ഇസ് ട്രാൻസ്ഫേർഡ്, അയാളെയാണ് നമ്മൾ അസൈനി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓണർഷിപ്പ് ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഹി ക്യാൻ ഐദർ അസൈൻ ഫുൾ വർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദ വർക്ക് ക്യാൻ ബി അസൈൻഡ്. പിന്നെ പറയുന്നത് അസൈൻമെൻറ്റിൻ്റെ മോഡ് എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ അത് സൈൻ ചെയ്തിരിക്കണം. ഓറൽ അസൈൻമെൻറ്റ് വാലിഡ് അല്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് റൈറ്റ്സ് എന്തൊക്കെയാണ്, റൈറ്റ്സ് അതിനകത്ത് കണ്ടീഷൻ പോലെ പറയുന്നത് ഒരു അസൈൻമെൻറ്റ് അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ റൈറ്റ്സ് അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കണം. ഡ്യൂറേഷൻ, അതായത് ഡ്യൂറേഷനും അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് റോയൽറ്റിയും അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം അതിനകത്ത് റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ റൈറ്റ്സും ട്രാൻസ്ഫർ ചെയ്തിട്ടായിട്ട് കണക്കാക്കും. അതേപോലെ തന്നെ ടൈം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 years ആയിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ടെറിട്ടറി അസൈൻമെൻറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഹോൾ ഓഫ് ഇന്ത്യയിൽ അസൈൻമെൻറ്റ് പോസിബിൾ ആണെന്നുള്ളതാക്കും. പിന്നെ അതേപോലെ തന്നെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും അസൈൻമെൻറ്റിനകത്ത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്നതാണ് ലൈസൻസിങ് വരുന്നത് സെക്ഷൻ 30, 31, 31A, 32, 32A, 32Bയിലൊക്കെയാണ് ലൈസൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ ലൈസൻസിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഓണറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലൈസൻസ് ഗ്രാൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ആളുടെ കുറച്ച് അല്ലെങ്കിൽ ഓൾ ഓഫ് ഹിസ് റൈറ്റ്സ് അല്ലെങ്കിൽ സം റൈറ്റ്സ് എന്ത് ചെയ്യുക, മറ്റൊരാൾക്ക് കൊടുക്കുക. അതെന്തിനാണ്, അതൊരു കോപ്പിറൈറ്റ് യൂസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാനോ പ്രിൻറ്റ് ചെയ്യാനോ ലൈക്ക് ബേസിക്കലി മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് കോപ്പിറൈറ്റ് ഓണർ ലൈസൻസ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പക്ഷേ ഓണർഷിപ്പ് എപ്പോഴും ഓതർക്ക് തന്നെയാണ് വരുന്നത്. സോ ലൈസൻസിങ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2, ദാറ്റ് ഈസ് കമ്പൽസറി ലൈസൻസിങ് ആൻഡ് വോളണ്ടറി ലൈസൻസിങ്. വോളണ്ടറി ലൈസൻസിങ് എന്ന് പറയുന്നത് ഇസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 30 ഓഫ് ദി കോപ്പിറൈറ്റ്സ് ആക്ട് 1957. വോളണ്ടറി ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ എന്ത് ചെയ്യാണ്, ലൈസൻസ് കൊടുക്കുകയാണ്. അതിനകത്ത് ഫ്യൂച്ചർ വർക്ക്സിനെ പറ്റിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ടേക്ക് എഫക്റ്റ് ആവുന്നത് വർക്ക്സ് എപ്പോഴാണ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആവുന്നത് അപ്പോൾ തൊട്ടാണ്. പിന്നെ അതും റൈറ്റിങ്ങിലായിരിക്കണം, സൈൻഡ് ആയിരിക്കണം, ഓതർ ആയിരിക്കണം അല്ലെങ്കിൽ ആളുടെ ഏജൻ്റ് ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ. വെൻ ഇറ്റ് കംസ് ടു കമ്പൽസറി ലൈസൻസിങ് അത് പറയുന്നത് സെക്ഷൻ 31, 31A, 32 and 32 ക്യാപിറ്റലിനകത്താണ്. കോപ്പിറൈറ്റ് ബോർഡാണ് കമ്പൽസറി ലൈസൻസിങ് കൊടുക്കുന്നത്. അതിനകത്ത് പറയുന്നത് വർക്ക്സ് മസ്റ്റ് ഹാവ് ബീൻ പബ്ലിഷ്ഡ്, അല്ലെങ്കിൽ അവർ പബ്ലിക് പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കണം. പിന്നെ ഓതർ മസ്റ്റ് ഹാവ് റിഫ്യൂസ്ഡ് റിപ്പബ്ലിക്കേഷൻ ഓഫ് ദാറ്റ് വർക്ക്. ഓതർ അത് റിപ്പബ്ലിക്കേഷൻ നടത്താനായിട്ട് റിഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ കോപ്പിറൈറ്റ് ബോർഡ് എന്ത് ചെയ്യുക, കമ്പൽസറി ലൈസൻസിങ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓതർ മസ്റ്റ് ഹാവ് റിഫ്യൂസ് ടു റിപ്പബ്ലിഷ് ഓർ അലോ റിപ്പബ്ലിക്കേഷൻ ഈവൻ ഓൺ റീസണബിൾ ടേംസ്. ഇതേപോലെ തന്നെ ഓതർ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേസിനകത്ത് പറയുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് ലിമിറ്റഡ് വേഴ്സസ് സൂപ്പർ കാസറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇതിനകത്ത് കമ്പൽസറി ലൈസൻസിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഈ കമ്പൽസറി ലൈസൻസിങ് എന്ന് പറയുന്നത് കണ്ടീഷൻ പോലെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അൺപബ്ലിഷ്ഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ എങ്ങനെയാണ് കമ്പൽസറി ലൈസൻസിങ് കൊടുക്കുന്നത്. അതിനകത്ത് കണ്ടീഷൻ പോലെ പറയുന്നത് ഓതർ ഡെത്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അൺനോൺ ആയിരിക്കും ഓതർ, ട്രേസ് ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷനിൽ കമ്പൽസറി ലൈസൻസിങ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എനി പേഴ്സൺ മേ അപ്ലൈ ടു ദ കോപ്പിറൈറ്റ് ബോർഡ് ഫോർ എ ലൈസൻസ് ടു പബ്ലിഷ് സച്ച് വർക്ക്. അതായത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു വർക്ക് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ കോപ്പിറൈറ്റ് ബോർഡിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ലൈസൻസിങ് കോപ്പിറൈറ്റ് ബോർഡ് കൊടുക്കും. ഇത്രയും കാര്യമാണ് കമ്പൽസറി ലൈസൻസിനകത്ത്
വരുന്നത്. നെക്സ്റ്റ് കംസ് അബൌട്ട് കൗണ്ടർ ഫീറ്റിംഗ് ടു കോപ്പിറൈറ്റ്. കൗണ്ടർ ഫീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസിഫിക്കേഷൻ എന്നാണ് അർത്ഥം. അതായത് മാർക്കിൽ എന്തെങ്കിലും ഒരു മാർക്കിന് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മാർക്കിന് കൗണ്ടർ ഫീറ്റ് വരുത്തുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തന്നെ കൗണ്ടർ ഫീറ്റ് വരുത്തുക, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടൊരു ഇൻഫ്രിഞ്ച്മെൻറ്റ് നടത്തുക. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ലൂയി വിച്ചോണ്ടിൻ്റെ ബാഗ്സ് മീഷോയിൽ വരെ അവൈലബിൾ ആണ് അല്ലേ. ആക്ച്വലി ഒരു 3000 കോസ്റ്റ് ചെയ്യുന്ന ബാഗ് വന്നിട്ട് മീഷോയിൽ 300 റുപ്പീസിന് കോസ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് മിക്സ്ഡ് ആയിട്ടുള്ള ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ്. അത് നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്, ഇൻഫ്രിഞ്ച്മെൻറ്റും അതേപോലെ തന്നെ ഫെയർ യൂസും അതിൻ്റെ റെമഡീസും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് വരുന്നത് സെക്ഷൻ 51 എന്താണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്രിഞ്ച്മെൻറ്റ് നമുക്ക് ബേസിക് ആയിട്ട് ലീഗൽ മീനിങ് എന്താ, വയലേഷൻ എന്നുള്ളതാണ്. സോ അപ്പോൾ സെക്ഷൻ 51 ഇൻഫ്രിഞ്ച്മെൻറ്റ് പറയുന്നത്. 52 ഡോക്ട്രിൻ ഓഫ് ഫെയർ യൂസ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 51 ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് വർക്ക്സ് ഓർ അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദി കോപ്പിറൈറ്റ് ഹോൾഡർ. അല്ലെങ്കിൽ ഈ ഓതറിൻ്റെ റൈറ്റ് പ്രയർ പെർമിഷൻ ഇല്ലാണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ഈ വർക്ക് യൂസ് ചെയ്യുകയോ റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്രിഞ്ച്മെൻറ്റിന് താഴെ വരുന്നതാണ്. ആക്ച്വലി എൻ്റെ സൗണ്ട് കുറച്ച് ഫീബിളായി വരുന്നുണ്ട്, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫ്രിഞ്ച്മെൻറ്റിനകത്ത് മോറൽ റൈറ്റ്സിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് അവിടെ വരാം. പിന്നെ ഡാമേജസ് ക്ലെയിം ചെയ്യാം. ഇതിൻ്റെ എക്സെപ്ഷൻ, അതായത് നമ്മൾ ഇൻഫ്രിഞ്ച്മെൻ്റ് ആയിട്ട് കണക്കാക്കാത്ത സിറ്റുവേഷൻസ്, അതായത് നമ്മൾ ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്താലും പെർമിഷനാണ് റീപ്രൊഡ്യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷൻസിൽ പറയുന്ന ഒന്ന് പബ്ലിക് ഡൊമൈൻ വർക്ക്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിച്ച് ഡോണ്ട് ഹാവ് പ്രൊട്ടക്ഷൻ ഓർ എക്സ്പയർഡ് കോപ്പിറൈറ്റ്, അല്ലെങ്കിൽ ഓഫൻ വർക്ക്സ്, അതായത് ആർക്കും വേണ്ടാത്ത വർക്കുകൾ പോലത്തെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇപ്പം കമ്പൽസറി ലൈസൻസിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അവർക്കത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പബ്ലിക് ഡൊമൈൻ വർക്ക്. പിന്നെ പറയുന്നത് ഫെയർ യൂസ് ഡോക്ട്രിൻസ്. അതിനകത്ത് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസ്, അല്ലെങ്കിൽ അത് നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോൺ കമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ നമ്മൾ റിവ്യൂ, റിസർച്ച്, അങ്ങനത്തെ ടീച്ചിങ്, അങ്ങനത്തെ പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് നോട്ട് കമ്മിങ് അണ്ടർ ദി ഇൻഫ്രിഞ്ച്മെൻറ്റ്. പിന്നെ ദെൻ കംസ് പെർമിഷൻ. അതായത് നമുക്കറിയാമല്ലോ കോപ്പിറൈറ്റ് ഓണറിൻ്റെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ റീപ്രൊഡ്യൂസ് ഇറ്റ് അല്ലേ. ബേസിക്കലി 3 എക്സെപ്ഷൻസ് ആണ്. ഒന്ന് ഫെയർ യൂസ്, ഒന്ന് കോപ്പിറൈറ്റ് ഓണറിൻ്റെ പെർമിഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ പബ്ലിക് ഡൊമൈൻ വർക്ക്സ്. നെക്സ്റ്റ് കംസ് ഫെയർ യൂസ് ഡോക്ട്രിൻ. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ പറയുന്നത് സെക്ഷൻ 52 അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, ബൈ ഹാർട്ട് ചെയ്യുന്നത് വേണം. ഞാനത് നോട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് വായിക്കാം. ഫെയർ യൂസിനകത്ത് വരുന്നത് സിംഗിൾ കോപ്പി ഓർ പ്രൈവറ്റ്, പേഴ്സണൽ and non-commercial purposes for research and study, making of copies or adaptation of computer program by lawful possessor of such program, making of backup copies purely as temporary protection against loss or damage, use of work for judicial proceedings, reproduction or publication of a work prepared by Secretariat of Legislature, read or recitation in public of any extract, reproduction by a teacher or a pupil in the course of instruction, making of not more than 3 copies of a book by or under the direct of the person in charge of a public library for the use of library if such book is not available for a sale in India. 2012 amendment now covers all works with regard to fair use except software. ഇത് ഞാൻ ജസ്റ്റ് വായിച്ചു കിട്ടുന്നുള്ളൂ കേട്ടോ, അതെന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ വേണം. നെക്സ്റ്റ് കംസ് ദ ടോപ്പിക്സ് ദാറ്റ് ഇസ് റെമഡീസ്. റെമഡീസും ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ലൈക്ക് എസ്ഐക്ക് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബേസിക്കലി ഇൻഫ്രിഞ്ച്മെൻറ്റ് വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ റെമഡീസ് പറയുന്നത് സിവിൽ, ക്രിമിനൽ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഡിക്ലറേറ്ററി സ്യൂട്ട്. അപ്പോൾ സിവിൽ റെമഡി എന്ന് പറയുന്നത് സെക്ഷൻ 54 തൊട്ട് 62 വരെയാണ് സിവിൽ, 63 തൊട്ട് 69 വരെയാണ് ക്രിമിനൽ. അപ്പോൾ സിവിൽ റെമഡീസിൽ വരുന്ന ഒന്ന് ഡാമേജസ്, അത് നമുക്കറിയാമല്ലോ, കോമ്പൻസേഷൻ. പിന്നെ പറയുന്ന ഇഞ്ചക്ഷൻ ഞാൻ പറയുന്നില്ല, ദാറ്റ് ഇസ് വി ഓൾറെഡി നമ്മൾ ലൈക്ക് ഫസ്റ്റ് സെമ്മ് തൊട്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. LLB ബേസിക്കായിട്ട് പറയുന്നതാണ്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്ട്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവം. അപ്പോൾ അതിനകത്ത് ഇൻ്റർലോക്യൂട്ടറി ഇഞ്ചക്ഷൻ ആവാം, പെർമനൻ്റ് ആവാം, ടെമ്പററി ആവാം. പിന്നെ പറയുന്നതാണ് മെറേവ ഇഞ്ചക്ഷൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോർട്ട് ഓർഡർ ചെയ്യാണ് ഫ്രീസിങ് ഡെപ്റ്റേഴ്സ് അസറ്റ് മൊത്തമായിട്ട് ഫ്രീസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അബ്രോഡൊക്കെ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ. അതാണ് മെറേവ ഇഞ്ചക്ഷൻ. പിന്നെ ജോ ഡോ ഓർഡർ, അതായത് JOHDOE ഓർഡർ. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിൽ അശോക് കുമാർ ഓർഡർ എന്നും പറയും. അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺനോൺ ആയിട്ടുള്ളൊരു പേഴ്സണാണ് ബ്രീച്ച് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം വ്യക്തികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോർട്ട് ഓർഡർ. പിന്നെ പറയുന്നതാണ് ആൻറ്റോൺ പില്ലർ ഓർഡർ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കോർട്ട് ഓർഡർ ചെയ്യാണ് അലോയിങ് പാർട്ടി ടു ലിറ്റിഗേഷൻ ടു എൻറ്റർ ഇൻ ടു പ്രിമൈസസ് ഓഫ് അനദർ ടു സെർച്ച് ഫോർ ഇറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് റിമൂവ് സ്പെസിഫൈഡ് ഐറ്റംസ്. അതായത് പ്രിമൈസസിൽ എൻ്റർ ചെയ്ത് സംഭവങ്ങൾ കണ്ടുപിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, ഒരു സ്പെസിഫൈഡ് സംഭവം. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓൺലി അത് എപ്പോഴാണ് പ്രൈമാ ഫേസിയെ റെസ്പോണ്ടൻ്റാണ് അഗെയിൻസ്റ്റ് ആണ് കേസ് എന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലെയിൻറ്റിഫിന്, അല്ലാന്നുണ്ടെങ്കിൽ റെസ്പോണ്ടൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ആൻറ്റോൺ പില്ലർ ഓർഡേഴ്സ് വയ്ക്കുള്ളൂ. സിവിൽ റെമഡീസിനകത്ത് ഡാമേജസ് പറഞ്ഞു. ഇഞ്ചക്ഷനിലാണ് ടെമ്പററി, പെർമനൻറ്റ്, ഇൻ്റർലോക്യൂട്ടറി, മെറേവ ഇഞ്ചക്ഷൻ. പിന്നെ നമ്മൾ ജോൺ ടു ഓർഡർ അല്ലെങ്കിൽ അശോക് കുമാർ ഓർഡേഴ്സ്, പിന്നെ ആൻറ്റോൺ പില്ലർ ഓർഡേഴ്സ് പറഞ്ഞു. 5 പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് കംസ് ക്രിമിനൽ റെമഡീസ്, ദാറ്റ് ഈസ് ഫ്രം സെക്ഷൻ 63 to 69. അതിനകത്ത് പറയുന്നത് ഇപ്പം ഒരു ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ 6 months to 3 years ആണ്, പ്ലസ് 50,000 to 2 lakhs ആണ് അതിനകത്ത് വരുന്ന 20 lakhs ആണ് അതിനകത്ത് വരുന്ന ഇത് 2 lakhs ആണ്. ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാനത് കമൻറ്റ് ബോക്സിലിടാം. അതിനകത്ത് വരുന്ന പണിഷ്മെൻറ്റ്. പിന്നെ സബ്സീക്വൻ്റ് ആയിട്ട് ഈ ഒഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 year to 3 year, അതേപോലെ തന്നെ 1 to 3 lakh ആണ് അതിൻ്റെ 2 lakh ആണ് കേട്ടോ, മറ്റേത് 1 to 3 lakh ആണ് അതിൻ്റെ എന്ത് വരുന്നത്, ഫൈൻ. ഇനി കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ SIO അല്ലെങ്കിൽ എബോവ് ആയിട്ടുള്ള ഒരാളോ മനസ്സിലാവാണ് ഇയാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒഫൻസ് എന്നുണ്ടെങ്കിൽ വാറൻറ്റ് ഇല്ലാതെ അയാളെ സീസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിമിനൽ റെമഡീസിൽ ഫസ്റ്റ് ഒഫൻസ് വരുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് അതിനകത്ത് ഇംപ്രിസൺമെൻറ്റ് പ്ലസ് ഫൈൻ. ഇപ്പോൾ സബ്സിക്വൻറ്റ് ഒഫൻസ് ആണെങ്കിലും പറയുന്നുണ്ട്, പിന്നെ കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ കേസിലും പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റെമഡീസ്. അഡ്മിനിസ്ട്രേറ്റീവ് റെമഡീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പം അത് കൺസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ട് കോപ്പിറൈറ്റ് കൊടുക്കുന്നത് ബാർ ചെയ്യാനായിട്ട്, അങ്ങനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റെമഡീസ്, ഇൻഫ്രിഞ്ച്മെൻറ്റ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ 4ാമത് പറയുന്നതാണ് ഡിക്ലറേറ്ററി സ്യൂട്ട്. അത് പറയുന്നത് അണ്ടർ സെക്ഷൻ 60 ആണ്. ഡിക്ലറേറ്ററി സ്യൂട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ബേസിക്കലി ഇപ്പോൾ ഒരാൾ ത്രെറ്റ് ചെയ്യാണ്, ലീഗൽ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാനാണ് കോപ്പിറൈറ്റ് ഓണർ എന്ന് ക്ലെയിം ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിക്ലറേറ്ററി സ്യൂട്ട് അണ്ടർ സെക്ഷൻ 60 ഫയൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ ഇഞ്ചക്ഷൻ അഗെയിൻസ്റ്റ് കണ്ടിന്യൂഷൻ ഓഫ് സച്ച് ത്രെറ്റ്സ് ആൻഡ് ഗെറ്റ്സ് ഡാമേജസ് ഫോർ ഇറ്റ്. കണ്ടിന്യൂസ് ത്രെറ്റ് വരികയാണെന്നുണ്ടെങ്കിലാണ് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുക. പക്ഷെ അവിടെ യു ഹാവ് ടു പ്രൂവ് എന്താണ്, ദാറ്റ് ദ ത്രെറ്റ് ഡസ് നോട്ട് ഹാവ് എ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ്സ് ബേസ്ലെസ്. അത് ബേസ്ലെസ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സെക്ഷൻ 60 എന്ന് പറയുന്നത് നമുക്ക് cannot be used if once the person threatening has filed a suit for infringement of his rights against you. ഓൾറെഡി അയാൾ എന്ത് ചെയ്യാണ്, സ്യൂട്ട് നമുക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല. ഈ പറയുന്നതാണ് ജുറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്സ്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലാണ് ജുറിസ്ഡിക്ഷൻ ഉള്ളത്. അതും എവിടെയാണ് അതിൻ്റെ ജുറിസ്ഡിക്ഷൻ വരുന്നത്, പ്ലെയിൻറ്റിഫ് റിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫൻഡൻറ്റിൻ്റെ റെസിഡൻസും കാര്യങ്ങളും ഇതിനകത്ത് ബന്ധമില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. അപ്പോൾ നമ്മൾ
ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോട്ട്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. നോ ഇഷ്യൂസ്, നോ വറീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.